ശ്രദ്ധിക്കുക, നമ്മൾ ഇന്ന് വരയ്ക്കുന്നത് ക്യാം പ്രൊഫൈൽ തന്നെയാണ്. ഓഫ്സെറ്റ് ഫോളോവർ ശ്രദ്ധിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓഫ്സെറ്റ് ഫോളോവറാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ ഓഫ്സെറ്റ് ഫോളോവർ റോളർ ഫോളോവർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുകയാണ്, ഇതാണ് ഒരു ഓഫ്സെറ്റ് റോളർ ഫോളോവർ എന്ന് പറയാൻ ശ്രദ്ധിക്കുക. ഇതാണ് ഓഫ്സെറ്റ് റോളർ ഫോളോവർ എന്ന് പറയുന്ന സംഭവം. ഈ കാണുന്നത് ഇതാണ് ക്യാമിൻ്റെ ആക്സിസ്. ഈ ഒരു ലൈനിൽ നേരെ പോകുന്നതാണ് എന്ത് ക്യാമിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത്. ഫോളോവർ എവിടെയാണ് നിൽക്കുന്നത്? ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലേ, ഫോളോവറും ക്യാമിൻ്റെ ആക്സിസും തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓഫ്സെറ്റ് അല്ലെങ്കിൽ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന രീതിയിൽ വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ഫോളോവർ വരയ്ക്കുക, ക്യാം ഫോളോവർ വരയ്ക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് പറയാനുള്ളത്. നമ്മൾ സാധാരണഗതിയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെയാണ് പറയുന്നത്. ഓക്കെ, നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റോളർ ഫോളോവർ വരുന്ന കേസിൽ ശ്രദ്ധിക്കുക. റോളർ ഫോളോവർ വരുന്ന കേസിൽ ബേസ് സർക്കിൾ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. ബേസ് സർക്കിൾ എന്ന് പറയുന്ന റേഡിയസ് നമ്മൾ വരയ്ക്കേണ്ട റേഡിയസ് എന്താണ്? 3 സർക്കിൾ വരയ്ക്കണം. ഒന്നാമത്തത് ബേസ് സർക്കിൾ, ഇതാണ് എന്ത് ബേസ് സർക്കിൾ. ഇനി നമ്മൾ ഔട്ടറിൽ ബേസ് സർക്കിളിൻ്റെ റേഡിയസും ഇവിടെ കൊടുത്തിട്ടുള്ള ബേസ് സർക്കിളിൻ്റെ റേഡിയസും റോളറിൻ്റെ റേഡിയസും കൂട്ടിയിട്ട് ഒരു വേറെ സർക്കിളും എന്ത് ചെയ്യണം? അതിൻ്റെ ഔട്ട് സൈഡിൽ വരയ്ക്കണം. ആൻഡ് ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഈ 2 ഡിസ്റ്റൻസും എന്ത് ചെയ്യുന്നുണ്ടാവും? ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ടാവും. ആ ഡിസ്റ്റൻസ് റേഡിയസ് ആക്കിയിട്ട് എന്ത് വയ്ക്കണം? ഉള്ളിൽ ഒരു ഓഫ്സെറ്റ് സർക്കിളും എന്ത് ചെയ്യണം? ഇവിടെ വരയ്ക്കേണ്ടതുണ്ട്. ഇവിടെ ഓഫ്സെറ്റ് സർക്കിൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് കാര്യം വരയ്ക്കേണ്ടത് ഓഫ്സെറ്റ് ഫോളോവർ വരയ്ക്കുന്ന സമയത്ത്. ഇനി നമുക്ക് എങ്ങനെയാണ് അത് വരയ്ക്കുക എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കാണിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഇതാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക. For the following data related to a cam profile in which the follower moves with uniform acceleration during ascent and descent. ഏത് ടൈപ്പ് പ്രൊഫൈലാണ് വരയ്ക്കേണ്ടത്? യൂണിഫോം ആക്സിലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ എന്ന് പറയുന്ന പ്രൊഫൈലാണ് വരയ്ക്കേണ്ടത്. മിനിമം റേഡിയസ് ഓഫ് ദി ക്യാം എത്രയാണ്? 25 mm. ശ്രദ്ധിക്കുക, മിനിമം റേഡിയസ് ഓഫ് ദി ക്യാം 25 mm തന്നിട്ടുണ്ട്. റോളർ റേഡിയസ് 7.5 mm. ലിഫ്റ്റ്, മാക്സിമം ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക? ലിഫ്റ്റ് ഓഫ് ദി ഫോളോവർ ഏതാണ് വരിക? എച്ച് എത്ര തന്നിട്ടുള്ളത്? 28 mm എന്ന് തന്നിട്ടുണ്ട്. മാക്സിമം ലിഫ്റ്റ് ഓഫ് ദി ഫോളോവർ എച്ച് ഈക്വൽ ടു 28 mm. ഇനി ഓഫ്സെറ്റ് ഫോളോവർ, ഞാൻ പറഞ്ഞ ആ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ആണ് എന്ത് തന്നിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഓഫ്സെറ്റ് ഡിസ്റ്റൻസ്. ക്യാമും അതുപോലെ തന്നെ ഫോളോവറും തമ്മിലുള്ള ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുള്ളത്? 12 mm തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സർക്കിൾ വരയ്ക്കുമ്പോൾ എത്ര വരയ്ക്കണം? ബേസ് സർക്കിളിൻ്റെ റേഡിയസ് ശ്രദ്ധിക്കുക. ബേസ് സർക്കിളിൻ്റെ റേഡിയസ് 25 mm ആണ്. അതിൻ്റെ കൂടെ 12 കൂട്ടിയിട്ട് വേണം എന്ത് വേണ്ടത്? 37 വേണം നമ്മൾ സർക്കിൾ വരയ്ക്കാൻ. പ്രൊഫൈൽ വരയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. So angle of ascent equal to 60 degree, angle of descent equal to 90 degree, angle of dwell between ascent and descent is equal to എത്രയാണ്? 45 degree. Speed of the cam 200 mm. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കണ്ട, അത് നമുക്ക് വരാത്തതാണ്. സോ നമ്മൾ ഡാറ്റാസൊക്കെ എഴുതുകയാണ്. ക്യാമിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് RC എന്ന് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തു 25 mm. റോളറിൻ്റെ റേഡിയസ് 7.5 mm. കാരണം എന്തോ റോളർ റേഡിയസ് എന്ന് പറഞ്ഞിട്ടുള്ളത് എത്രയാണ് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ? ശ്രദ്ധിക്കുക, ഇവിടെ റോളറിൻ്റെ റേഡിയസ് ശ്രദ്ധിക്കുക. റോളറിൻ്റെ റേഡിയസ് 7.5 mm തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, റോളറിൻ്റെ റേഡിയസ് 7.5 mm തന്നിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു ലിഫ്റ്റാണ് എക്സ് ആക്കിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഡാറ്റ, എക്സ് ആണ് ലിഫ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഫസ്റ്റത്തെ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി. ശ്രദ്ധിക്കുക, ഫസ്റ്റത്തെ ആംഗിൾ 60 ഡിഗ്രി. ഡൊൽ എന്ന് പറയുന്നത് 45 ഡിഗ്രി. ആൻഡ് 5D താഴത്തേക്ക് വരുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. 5 റിമൈനിങ് അല്ലേ? 60, 45, 90 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് 360-ൽ നിന്ന് അത്രയും കുറയ്ക്കുമ്പോൾ റിമൈനിങ് ആയിരിക്കും എന്ത് വരുന്നത്? ഡൊൽ എന്ന് പറയുന്നത്. എങ്ങനെയാണ് അത് വരുന്നത്? ആദ്യത്തെ 60, ഇപ്പം ഞാനൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ
ഇത് മുതൽ ഇവിടെ വരെ 60 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. 60 ഡിഗ്രി ആണെങ്കിൽ ആദ്യത്തെ ഫോളോവർ എങ്ങോട്ടാണ്, എത്രയാണ് ലിഫ്റ്റ് വന്നിട്ടുള്ളത്? 28 mm എങ്ങോട്ട് പോകും? മുകളിലോട്ട് പോകും. ശ്രദ്ധിക്കുക, 28 mm മുകളിലോട്ട് പോകും. അതിനുശേഷം ഒരു 45 ഡിഗ്രി, ഇവിടുന്ന് ഇവിടെ വരെ ഒരു 45 ഡിഗ്രി എന്ത് ചെയ്യും? അത് അതേ പൊസിഷനിൽ തന്നെ നിൽക്കും. അതിനുശേഷം ഒരു 90 ഡിഗ്രി എന്ത് ചെയ്യും? താഴത്തേക്ക് വരും. ശ്രദ്ധിക്കുക, 90 ഡിഗ്രി എന്ത് ചെയ്യും? അത് താഴത്തേക്ക് വരും. ആൻഡ് റിമൈനിങ് എന്താണ്? ഈ താഴത്ത് നിൽക്കുന്നതിൻ്റെ അളവാണ് എന്ത് ചെയ്യുന്നത്? മൊത്തം എത്രയാണ് വരേണ്ടത്? 360 ആണ് വരേണ്ടത്. 360-ൽ നിന്ന് 60 കുറയ്ക്കുക, 45 കുറയ്ക്കുക, 90 കുറയ്ക്കുക, ബാക്കി എത്ര ഉണ്ടായിരിക്കും? 165. 165 ഉണ്ട്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 165 ഡിഗ്രി എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. ശ്രദ്ധിക്കുക, ഇത്രയും ഭാഗങ്ങളാണ്. ഇവിടെ സ്പീഡ് ഓഫ് ദ ഫോളോവർ നമുക്ക് ആവശ്യമില്ലെങ്കിൽ കൂടി ഇത്രയും ഭാഗങ്ങളാണ് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഡാറ്റാസ് കറക്റ്റായിട്ട് എഴുതുക. 60 ഡിഗ്രി. ഇനി എന്താണ് നമുക്ക് വരയ്ക്കേണ്ടത്? ആദ്യം എന്ത് വരയ്ക്കണം? ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കണം. ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കുക. തന്നിട്ടുള്ള കുറേ ഡാറ്റാസ് നമുക്ക് ഈ RPM ഒന്നും നമുക്ക് ആവശ്യമില്ലാത്ത ഡാറ്റയാണ്. ക്വസ്റ്റ്യനിൽ തന്നത് കാരണം നമ്മളത് കൺവേർട്ട് ചെയ്ത് അവിടെ എഴുതിയെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് വരയ്ക്കേണ്ടത്? ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കണം അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുക? ആദ്യം ഞാൻ ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് H എന്നാണ് എടുത്തത്. ശ്രദ്ധിക്കുക, ലിഫ്റ്റ് എന്ന് പറഞ്ഞ് H എന്നാണ് എടുത്തിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് എത്രയാണ് എടുത്തിട്ടുള്ളത്? 20. ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് H എന്ന് പറഞ്ഞാൽ എത്രയാണ് എടുത്തിട്ടുള്ളത്? നമ്മൾ ശ്രദ്ധിക്കുക, 5A എന്ന് ഞാൻ കൊടുത്തു. അത് എത്രയാണ്? ഫസ്റ്റത്തെ ആംഗിൾ 60 ഡിഗ്രിയാണ് H. 60 ഡിഗ്രി എങ്ങനെയാണ് എടുക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലല്ലേ. 60 ഡിഗ്രി എങ്ങനെ എടുക്കുക? 60 ഡിഗ്രി എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 10 ഡിഗ്രി ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക, 1 സെൻറ്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. ആ ഒരു 6 സെൻറ്റിമീറ്റർ എടുത്തിട്ടാണ് എന്ത് വരയ്ക്കേണ്ടത്? ഇതിൻ്റെ ലെങ്ത് വരയ്ക്കേണ്ടത്. ഇവിടെ നമ്മൾ 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 10 ഡിഗ്രി എന്ന് എടുക്കുകയാണെങ്കിൽ 45 ഡിഗ്രി എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? 4.5 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഈ 90 എന്നുള്ളത് എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? 90 ഡിഗ്രി എന്നുള്ളത് 9 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ 60 എടുത്ത് വരച്ചു. ശ്രദ്ധിക്കുക, 60 എടുത്ത് വരച്ചു. H എന്ന് പറഞ്ഞാൽ എത്രയാണ്? മാക്സിമം ഹൈറ്റ് 28 mm എന്ന് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മൾ യൂണിഫോം ആക്സിലറേഷൻ ആയത് കാരണം ആദ്യം വെർട്ടിക്കലി 6 ആക്കി സ്പ്ലിറ്റ് ചെയ്തു. അതിനുശേഷം സെൻട്രൽ ലൈനിനെ എത്രയാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തു? 6 ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ശ്രദ്ധിക്കുക, എന്നിട്ട് നമ്മൾ എന്താ, ഓക്കെ, നമ്മൾ വരച്ചതിന് ശേഷം ഓരോ കോളം വരച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? അതിനുശേഷം 6 ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം അല്ലേ? ഈ വെർട്ടിക്കൽ ലൈൻസിനെ 6 ഭാഗങ്ങളാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. യൂണിഫോം ആക്സിലറേഷൻ ആൻഡ് റിട്ടർഡേഷൻ ആയത് കാരണം ഞാൻ അതിൻ്റെ ഒരു സ്ട്രെയിറ്റ് ലൈനിനെ, അതായത് ഇവിടെ മൂന്നാമത്തെ ലൈനിനെ എത്രയെങ്കിലും സ്പ്ലിറ്റ് ചെയ്തു? മൂന്നാമത്തെ ലൈനിന് എത്രയാക്കിയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്? 6 ഭാഗങ്ങൾ. സെൻട്രൽ ലൈനിനെ 6 ഭാഗങ്ങളാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഈ സെൻട്രൽ ലൈനിനെ ഞാൻ 6 ഭാഗങ്ങളാക്കി സ്പ്ലിറ്റ് ചെയ്തു. അതിനുശേഷം സ്ട്രേറ്റ് ലൈൻ വരച്ചു. 1 2 3 എന്ന് പറഞ്ഞ പോയിന്റിലേക്കൊക്കെ എന്ത് വരച്ചു? ഓരോ സ്ട്രേറ്റ് ലൈൻ വരച്ചു. ഇനി 0-ൽ നിന്ന് 1-ലേക്കുള്ള ലൈൻ, വെർട്ടിക്കൽ ലൈൻ എവിടെയാണ് ടച്ച് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക? കർവ് വരയ്ക്കുക. നോക്കുക, കർവ് ഞാൻ ഓരോ പോയിന്റ് 1 ഡാഷ് 2 ഡാഷ് 3 ഡാഷ് 4 ഡാഷ് 5 ഡാഷ് ആൻഡ് 6 ഡാഷ് എന്ന് പറയുന്ന ലൈൻസിൽ വരച്ചു. ഇപ്പോൾ നമ്മൾ മുകളിലേക്ക് പോകുന്ന കർവ് റെഡി ആയി അല്ലേ? നോക്കുക, നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ 1-ൽ നിന്ന് ശ്രദ്ധിക്കുക, 0 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 1 എന്ന് പറയുന്ന വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്ന സമയത്ത് 1-ലേക്ക് വരച്ച ലൈന് എവിടെയാണോ കണക്ട് ചെയ്യുന്നത് ആ പോയിന്റാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ 2 എന്ന് പറയുന്ന വെർട്ടിക്കൽ ലൈൻ എവിടെയാണ് ടച്ച് ചെയ്തിട്ടുള്ളത്? 2 എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരച്ച പോയിന്റാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ലൈന് നേരെ ഓപ്പോസിറ്റ് എങ്ങനെയാണ്? 6 ഡാഷിൽ നിന്ന് അല്ലെങ്കിൽ ഈ കോർണറിൽ നിന്ന് 3-ലേക്ക് വരച്ച ലൈന് സ്ട്രെയിറ്റ് ലൈൻ. ഇനി എഗെയിൻ 4-ലേക്ക് വരയ്ക്കുന്ന ലൈന് 4-ന്റെ വെർട്ടിക്കൽ ലൈനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന പോയിന്റ്സ് ആണ് നമ്മൾ കർവ് വരയ്ക്കാൻ ഉപയോഗിച്ചത്. അതുപോലെ തന്നെ 5 ഈ ലൈനുമാണ് നമ്മൾ പോയിന്റ്സ് ആക്കിയിട്ട് ഉപയോഗിച്ചത്.
നമ്മൾ ഓൾറെഡി ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ അതൊക്കെ പറഞ്ഞതാണ്. ആൻഡ് അഗെയിൻ നമ്മൾ എന്ത് വരച്ചു, ഡൊൽ എന്ന് പറയുന്ന 45 ഡിഗ്രി വരച്ചു. അതിനുശേഷം അതിനുശേഷം നമ്മൾ എന്ത് വരച്ചു, ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രത്തിൻ്റെ നെക്സ്റ്റ് 90 ഡിഗ്രിയാണ് വരയ്ക്കേണ്ടത്. 90 ഡിഗ്രി വരയ്ക്കണമെങ്കിൽ 6 ഭാഗങ്ങളാക്കിയിട്ട് 60നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തതുപോലെ തന്നെ 6 ഭാഗങ്ങളാക്കി സ്പ്ലിറ്റ് ചെയ്തു. ഞാൻ റിവേഴ്സ് നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. 6, 5, 4, 3, 2, 1, 0 എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്തു. ഇനി ശേഷം 6 to 0 എന്ന് പറയുന്ന 3ൻ്റെ ലൈനിനെ വീണ്ടും എത്രയാക്കിയിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു, 6 ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞിട്ടുള്ള 6 ഭാഗങ്ങളാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ആൻഡ് അഗെയിൻ 6' ആ ഓരോ ലൈൻസും പോയിൻറ്റ്സ് എവിടെയാണ് കൺസിഡർ ചെയ്യുന്നത് നോക്കുക, കൃത്യമായിട്ട് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. എന്ത് ചെയ്തു, ആ ഒരു എല്ലാ പോയിൻറ്റ്സിലും ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് പറയുന്നത്. ആ കർവ് വരച്ചു. ആൻഡ് റിമൈനിങ് എന്ന് പറയുന്നത് 160 ഡിഗ്രിയാണ്. അവിടെ അടയാളപ്പെടുത്താൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ട് ഒരു അപ്രോക്സിമേഷൻ ബ്രാക്കറ്റിൽ അവിടെ കൊടുത്തിട്ട്. ഇനി നമുക്ക് ബേസ് സർക്കിളാണ് വരയ്ക്കേണ്ടത്. RC എന്ന് പറഞ്ഞാൽ ബേസ് സർക്കിളിൻ്റെ റേഡിയസ് ആണ്. ശ്രദ്ധിക്കുക, 25 mm RC വരയ്ക്കേണ്ടത്. ആൻഡ് അഗെയിൻ 25ഉം 7.5ഉം കൂടി കൂട്ടിച്ചേർത്തിട്ട് ശ്രദ്ധിക്കുക, ഇവിടെ 25ഉം ഈ 7.5ഉം കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് എന്ത് വരച്ചിട്ടുള്ളത്, ഈ സർക്കിൾ വരച്ചിട്ടുള്ളത്. നോക്കുക, അതിനുശേഷം നമ്മൾ ആംഗിൾ സ്പ്ലിറ്റ് ചെയ്തു. ശ്രദ്ധിക്കുക, ആദ്യം എന്താണ് വരയ്ക്കേണ്ടത്, RC എന്ന് പറയുന്ന ഡയമീറ്റർ എടുത്തിട്ട് എത്ര വരച്ചു, 25 mm ആണ് RC അല്ലേ, 25 mm ആണ് RC. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് 25 mm ആണ് റേഡിയസ്. അതിൻ്റെ കൂടെ ഒരു 7.5 mm കൂട്ടി ചേർത്തിട്ട് 25 + 7.5 എന്ന് പറഞ്ഞാൽ 32.5ലാണ് എന്ത് വരയ്ക്കേണ്ടത്, നമ്മൾ അടുത്ത സർക്കിൾ വരയ്ക്കേണ്ടത്. ഓക്കെ, അടുത്ത സർക്കിൾ വരച്ചു. ശ്രദ്ധിക്കുക, RC + RR എന്ന് പറയുന്ന രീതിയിൽ അടുത്ത സർക്കിൾ വരച്ചു. ഇനി നമുക്ക് വരയ്ക്കേണ്ടതാണ് എന്താണ്, ഓഫ്സെറ്റ് സർക്കിൾ വരയ്ക്കണം. ശ്രദ്ധിക്കുക, അതിനുശേഷം നമ്മൾ ഓഫ്സെറ്റ് സർക്കിൾ ഇവിടെ കാണിച്ചിട്ടുള്ള പോലെ എന്ത് ചെയ്യുക, ഓഫ്സെറ്റ് സർക്കിൾ വരയ്ക്കാം. RC വരച്ചു. അതിനുശേഷം ഡയമീറ്റർ കൂട്ടിയിട്ട് അതിൻ്റെ അഡീഷണൽ RC + RR റോളർ റേഡിയസ് ആണ്. നിങ്ങൾ ഈ തന്ന ഡാറ്റയും കാര്യങ്ങളൊക്കെ നോക്കുക. ഓഫ്സെറ്റ് സർക്കിൾ X എത്രയാണ്, 12 mm ആണ് X. ഒരു ഓഫ്സെറ്റ് സർക്കിൾ വരച്ചു സ്ട്രെയിറ്റ് ആയിട്ട്. അവിടെ നോക്കുക, ഇതാണ് സെൻറ്റർ ലൈൻ കേട്ടോ. സെൻറ്റർ പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് ഞാനൊരു ബേസ് സർക്കിൾ വരച്ചു. റോളറിൻ്റെ റേഡിയസ് 7.5 mm ആണ് ഇതിൻ്റെ റേഡിയസ് വരുന്നത്. ശ്രദ്ധിക്കുക, 7.5 mm ആണ് റേഡിയസ്. അവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. നമ്മൾ എന്ത് വരച്ചു, നേരെ 6 ഭാഗങ്ങളാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതിനുശേഷം ഓരോന്നിലേക്കും ടാൻജൻറ്റ് ലൈൻസ് വരച്ചു. ശ്രദ്ധിക്കുക, ടാൻജൻറ്റ് ലൈൻസ് വരച്ചു. അതിനുശേഷം 1 ഇവിടെ നിന്നാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രത്തിൽ നിന്നാണ് എടുക്കുന്നത് കേട്ടോ. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രം, ഈ ഡാറ്റയൊക്കെ എവിടെ നിന്നാണ് എടുക്കുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രത്തിൽ നിന്നാണ് എടുക്കുന്നത്. സോ നമ്മൾ വരച്ചു, ഓരോ കർവും പോയിൻറ്റ്സ് ചെയ്തു, ജസ്റ്റ് കർവ് ടച്ച് ചെയ്ത് വരച്ചു. അതിനുശേഷം ആ സെൻറ്റർ പോയിൻറ്റ്സ് ഒക്കെ കറസ്പോണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഒരു സർക്കിൾ വരച്ചു. അതിനുശേഷമാണ് ക്യാം പ്രൊഫൈൽ വരയ്ക്കേണ്ടത്. യെല്ലോ കളറിൽ വരയ്ക്കുന്ന ലൈനാണ് എന്ത്, ക്യാം പ്രൊഫൈൽ എന്ന് പറയുന്നത്. നമ്മൾ ഇതേ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രത്തിൽ വരച്ച അതേ ലൈൻസാണ് യൂസ് ചെയ്യുന്നത്. യെല്ലോ, റെഡ്, അതുപോലെ തന്നെ ഗ്രീൻ എന്ന് പറഞ്ഞ 3 കർവുകൾ. ഇതാണ് നമ്മുടെ ക്യാം പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്യാം പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് വേണ്ടത്. ബാക്കി കാൽക്കുലേഷൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ കാൽക്കുലേഷൻസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ ക്യാം പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ എന്ത് വരച്ചു, ഞാൻ പറഞ്ഞിരുന്നു ഫസ്റ്റത്തെ കേസിൽ തന്നെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് 2 രീതിയിലാണ് ക്യാം പ്രൊഫൈൽ വരയ്ക്കുക. ഒന്ന് ആക്സിസിലൂടെ പാസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഓഫ്സെറ്റ് ഫോളോവറും. ഓഫ്സെറ്റും ആക്സിസിലൂടെ പാസ് ചെയ്യുന്നതും എന്ത് ചെയ്യാം, എല്ലാ സൈഡിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോളോവേഴ്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഫൈലും, അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി വരാം, സിമ്പിൾ ഹാർമോണിക് മോഷൻ വരാം, യൂണിഫോം ആക്സിലറേഷൻ വരാം. ഈ ഓരോന്നിൻ്റെയും കൂടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് വരാം, നൈഫ് എഡ്ജ് ഫോളോവർ വരാം, ഫ്ലാറ്റ് ഫോളോവർ വരാം, ഓഫ്സെറ്റ് ഫോളോവർ വരാം. ഈ ഓഫ്സെറ്റ് ഫോളോവറിൽ മെയിനായിട്ടും നൈഫ് എഡ്ജ് ഫോളോവറും റോളർ ഫോളോവറുമാണ് വരാറുള്ളത്. ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ വരാറില്ല. അതുകൊണ്ടാണ് നമ്മൾ വരക്കാത്തത്, അത് കംപ്ലീറ്റ് ചെയ്യാത്തത്. ഓക്കെ,
അപ്പോൾ നമ്മൾ ഇത്രയും സമയം അല്ലെങ്കിൽ ഇത് ക്യാം പ്രൊഫൈലിൽ എല്ലാ ടൈപ്പ് ക്യാം പ്രൊഫൈലും വരച്ചു കഴിഞ്ഞു. ലാസ്റ്റ് തവണയാണ് റോളർ ഫോളോവറും വരും, അതുപോലെ തന്നെ നൈഫ് എഡ്ജ് ഫോളോവർ വരും. ഓഫ്സെറ്റ് അല്ലാത്തതിന് ക്യാമിൻ്റെ ആക്സിസിലൂടെ തന്നെ പാസ് ചെയ്യുന്ന പ്രൊഫൈലാണെങ്കിൽ അവിടെ ഫ്ലാറ്റ് ഫേസ് വരാം, റോളർ വരാം, അതുപോലെ തന്നെ യൂണിഫോം ആക്സിലറേഷൻ വരാം, യൂണിഫോം വെലോസിറ്റി വരാം. എന്ത് മേക്കിലും എന്ത് ചെയ്യാം, എന്ത് രീതിയിലും സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് സൈഡിലോട്ട് പോയിട്ട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഈ വരച്ച വീഡിയോസ് നോക്കരുത്, ഇപ്പോഴത്തെ കണ്ടിരുന്ന വീഡിയോയിലും കൃത്യമായിട്ട് ആ സൊല്യൂഷൻ നോക്കരുത്. ക്വസ്റ്റ്യൻ മാത്രം നോട്ട് ചെയ്യുക, അതിനുശേഷം സ്വന്തം വരയ്ക്കുക, വരച്ചതിന് ശേഷം എനിക്ക് ഷെയർ ചെയ്യുക. ഓക്കെ.